ഞങ്ങളങ്ങനെ ഒരു ജാതി ജാതകം എന്നുള്ള എം മോഹനൻ FDFS കണ്ടിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, വിനീത് ശ്രീനിവാസന്റെ വേട്ടയാട് വിളയാടൽ എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. എൻ്റെ പൊന്നി, ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പടത്തിന് ചിരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം ചളിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുചളി. ഇന്ന ചില കൾട്ട് ചളി, അമ്മാതിരി ചളിയാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളൊന്നും ആലോചിക്കണ്ട, അങ്ങനെ ഇരുന്ന് ആ ചളി ആസ്വദിക്കാൻ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിണ്ണം കാച്ചിയ സാധനങ്ങൾ. അതും അയ്യോ, അച്ഛൻ റോളിലൊരു ചെങ്ങായി, നമ്മളെ മറ്റേതിലെ ഏത് എന്നാത്താം കേസ് കൂടില്ല, നമ്മളെ അല്ലല്ല മറ്റേ ഇയാള് ജഡ്ജ് കുഞ്ഞികൃഷ്ണൻ. ഇന്റെ അളിയ അങ്ങേര് കിണ്ണം സാധനങ്ങളുണ്ട് സെക്കൻഡ് ഹാഫില്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല അങ്ങേരുത്, അത് കിടുങ്ങലായിരുന്നു. പിന്നെ എം മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ചിരുന്നു കൂടുതലായിട്ട് പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല. അങ്ങേരുടെ വർക്കുകളിലൂടെ അതെ, അങ്ങേര് അല്ല എന്താ പറയാ, ഒരുമാതിരി ഇതിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞാൽ ഒരു ജാതി പടമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് മെയിൽ ഷോവനിസ്റ്റിനെയാണോ അടിക്കണേ, അതോ ഇനിയിപ്പോ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീസിനെയാണോ പിടുത്തം തരില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് സാധനം എത്തി പിടുത്തം കിട്ടുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിൽ കാര്യം കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. കല്യാണം നടക്കാത്ത ഒരു 10-38 വയസ്സായിട്ട് പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു കുലപുരുഷൻ, ഇതാണ് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ. ഈ ചെങ്ങായി ചില സീനിലൊക്കെ ഒരു നരകനായി എന്നൊക്കെ വിളിക്കുന്ന ഒരു വിളിയൊക്കെ ഉണ്ട് ഈ കണ്ണൂർ സ്ലാങ്ങിൽ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വൻ പീക്കാണ്. ഈ സാധനങ്ങളൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ചിരി പൊട്ടിക്കുന്ന സാധനങ്ങളുണ്ട് അല്ലേ. അതെ, ഒരു ഫുൾ പാക്ഡ് തിയേറ്റർ ആണെങ്കിൽ തീർന്ന് ഇത് ഉറപ്പാണ്. ഈ ഷോ വഴി ഞാൻ കൺഫേം പറയാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിരിപ്പൂരായിരിക്കും, അടിപൂരം. ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ടെന്താ വയലൻസിന്റെ പൂരം, അങ്ങനത്തെ ചോരപ്പൂരം ഇതൊക്കെയാ കണ്ടത്. തിയേറ്റർ മൊത്തം ചിരിപ്പൂരാവാനുള്ള ഐറ്റംസുകൾ ഇതിനകത്ത് എന്താണെന്നുണ്ടെങ്കിലും ഡയറക്ടറും വിനീത് ശ്രീനിവാസനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് കോൺട്രവേഴ്ഷ്യൽ ആവാൻ മാത്രം കുറേ എലമെന്റ്സ് ഉണ്ട്. കോൺട്രവേഴ്ഷ്യൽ പറയാൻ പറ്റുന്ന രീതിയിൽ കുറെ സാധനങ്ങൾ. അല്ല, ഞാൻ ഉണ്ണി മാത്രമല്ല, പലരും അതില് ഇപ്പൊ കെ വേർഡ് കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ സംഗതി ഇങ്ങേര് ബിൽഡപ്പ് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫിലേക്ക് ഇതിനെ പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനം പൊട്ടിക്കുന്നത് വരെ ഇത് കാണുന്ന ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രോഗ്രസീവ് തിങ്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ സാധനം ഒട്ടും നയിക്കൂല. ഓക്കെ, അപ്പോൾ അത് ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിബേറ്റായിട്ട് മാറാനും ഈ സിനിമയുടെ കുറച്ച് മേജർ പോർഷൻസും അതിൽ ഉപയോഗിച്ച കുറച്ച് വേർഡ്സും കുറച്ച് സിറ്റുവേഷൻസും പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സിനെ പോർട്രേറ്റ് ചെയ്തതൊക്കെ അതും ഭയങ്കരമായിട്ട് ചർച്ചയിൽ വരും എന്നുള്ള കാര്യം എന്താണെങ്കിലും ഓപ്പോസിറ്റും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഹീറോ തന്നെയും പറയുന്നുണ്ട്. പിന്നീട് ഹീറോന്റെ തന്നെ ആ ഒരു ചേഞ്ച് ഇതില്. ഹീറോ എന്ന് പറഞ്ഞ് വന്ന വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ ആ വയസ്സിലും പെണ്ണ് കെട്ടാതെ ഇരുന്നിട്ട് പിന്നെ അവിടുന്ന് ഈ ക്യാരക്ടറിന് ആകെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സ്റ്റേജിൽ നമ്മളെയും കൺഫ്യൂസ് ചെയ്യാൻ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. ആ കൺഫ്യൂഷനിൽ നിന്ന് പിന്നെ ആ ക്യാരക്ടർ മാറി സെക്കൻഡ് ഹാഫിന്റെ എൻഡ് ആകുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്ത് സോർട്ട് ചെയ്തിട്ടൊരു കല്യാണത്തിന്റെ സ്റ്റേജിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ അതിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഒരു കോയിൻ്റെ 2 വശം എന്ന് പറഞ്ഞൊരു ഷിഫ്റ്റ് ഉണ്ട്, ആ ഒരു ഫോമിലേക്ക് എത്തുന്നതെന്നുള്ളത് അതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. അത് നല്ല രീതിയിൽ ഈ ഹ്യൂമറിൽ കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ സിദ്ദിഖ്ലാൽ പരിപാടി അല്ലെങ്കിൽ ഷാഫി റാഫി പരിപാടി അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു പരിപാടി മൊത്തം ഉണ്ടായത്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോ തോന്നിയത് പഴയ ശ്രീനിവാസൻ വൈബാണ്. എനിക്ക് പഴയ ശ്രീനിവാസന്റെ പുതിയ നിവിൻ പോളിയുടെ ഒക്കെ ഒരു എന്റർടൈനർ വൈബ് ഉണ്ടായിരുന്നു വിനീതിന്റെ പല സാധനത്തിലും. വിനീത് ഭയങ്കര എക്സെപ്ഷണൽ ആണ്, ഒരു രക്ഷയില്ല. വിനീതിന്റെ ചില ബോഡി ലാംഗ്വേജ് ഉണ്ട്, ചില നടത്തങ്ങളുണ്ട്. ഇതിന്റെ ഒരു സീനിൽ ഒരു കള്ളും കുപ്പിയും പിടിച്ചിട്ട് റൂമൊക്കെ നടന്നു പോണ ഒരു സാധനം ഉണ്ട് മക്കളെ. സെൽഫ് ട്രോളും സാധനം ഒക്കെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാക്കി ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബു ആന്റണി അല്ലെ, ബാബു ആന്റണി ഉള്ള സാധനങ്ങളൊക്കെ മാസാണ്ടടുത്ത മാസും
വേറെ ആവേണ്ട അടിപൊളിയായിരുന്നു. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനീതിന്റെ ഫാമിലി മൊത്തം കട്ടക്കായിരുന്നു എല്ലാരും. വിനീത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദു തമ്പി അവര് സെക്കൻഡ് ഹാഫ് ആണ് അവർക്ക് കുറച്ചും കൂടി മേജർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നത്. അവരും നല്ല ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതെ. മൃദുൽ നായറിന് ഇതിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിലുള്ള മൃദുൽ നായരും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒട്ടും ചിരി കുറയ്ക്കാത്ത രീതിയിൽ തന്നെ ആ സംഗതി നമുക്ക് ഡെലിവർ ചെയ്യാൻ മൃദുൽ നായറിനെ കൊണ്ടും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു മൃദുൽ നായറിന് കിട്ടിയ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് ഈ പടത്തിൽ നിന്ന്. എനിക്ക് തോന്നുന്നു വരും സിനിമകളിലല്ലേ അതെ പുള്ളി ഒരു സ്ഥിര സാന്നിധ്യമായി മാറാൻ നല്ല ചാൻസ്. ഡയറക്ടറിൽ നിന്ന് ആക്ടറിലേക്ക് വരാൻ സംഭവങ്ങൾ. ഈ സിനിമയില് വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞികൃഷ്ണൻ ജഡ്ജി മൂപ്പര് തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പൊളി തന്ത. എമ്മാതിരി തന്ത. ഒരു സെക്കൻഡ് ഹാഫിലൊരു സീനുണ്ട് മാൻ. ആ സാധനം ഒരു അച്ഛന് കിട്ടുന്ന സന്തോഷം അത് ഓൺലി ലെജൻഡ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ലെജൻഡറി സാധനമാണ് അതൊക്കെ. കുഞ്ഞിക്കണ്ണൊരു ഡയലോഗ് അവിടെ അടിക്കുന്നു ഭാര്യനോട് പോയിട്ട്. അത് വരുന്ന സിനിമയിൽ ഞാനൊക്കെ ഇരുന്ന് കിടന്ന് ഞാനൊക്കെ ചിരിച്ചിരിച്ച് അതുവരെ ഇനിയിപ്പോ കഷ്ടപ്പെട്ട് തിയേറ്ററിൽ ആരും ചിരിക്കാതിരുന്നു. ക്രിഞ്ച് മറ്റേ എന്ത് ഒരു കൾട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നവനാണെങ്കിൽ പോലും ആ സീനില് തല കുത്തി ചിരിക്കും. ആ സാധനമാണ് അയാൾ അടിച്ചിട്ടുള്ളത്. അവിടെ മുതൽ അയാളുടെ തന്ത ക്യാരക്ടറിന് വരുന്ന ഒരു ഇമ്പോർട്ടൻസും അയാൾ കൊണ്ടുവരുന്ന ഒരു ഫ്ലേവറും ഉണ്ട് ഈ സിനിമയ്ക്ക്. വിനീത് ശ്രീനിവാസൻ നമ്മളൊരു സിനിമയായിട്ട് അയാളാണ് കൊണ്ടുപോയത്. പടം ഫുള്ള് ആ തന്ത ക്യാരക്ടർ കൊണ്ടുപോയി. അയാളാണ് തീർത്ത് കളഞ്ഞു പടം മൊത്തം. ഒന്നും പറയാല്ല മക്കളെ. ഞാൻ പറഞ്ഞല്ലോ വളരെ ക്രിട്ടിക്കൽ ലൈക്ക് എന്താ ഒരു ക്രിട്ടിക്ക് പോലെ നിങ്ങൾ സിനിമയെ ഇഴകീറി മുറിച്ച് സിനിമയുടെ തീം, അതിലെ ലോജിക്ക്, ഇതിലുള്ള വരുന്ന കുറേ എലമെന്റുകൾ, ഇതിനകത്ത് വരുന്ന കുറേ വാക്കുകൾ, കുറേ സാധനങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പടം വലിച്ചു കീറാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ ആളുകൾക്ക് കീറാം. ഒന്നുമില്ല, വെരി സിമ്പിൾ. നിങ്ങൾ കയറുന്നു തിയേറ്ററിൽ, വിനീത് ശ്രീനിവാസന്റെ വക കുറേ സാധനങ്ങൾ, അച്ഛൻ ക്യാരക്ടർ, പടം കാണാൻ ഒരു ത്രൂ ഔട്ട് കൊമേഴ്ഷ്യൽ കോമഡി എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് സാധനം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതി വർക്കാണ്. ആൻഡ് വേറെ കാര്യം, ഇതിനകത്തൊരു സീരിയസ് നോട്ടിൽ കുറെ സാധനങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ജാതകം, പിന്നെ പെണ്ണ് കാണാൻ പെണ്ണിന് ആവശ്യമായിട്ടുള്ള എന്താ പറയാ ആണിന്റെ ഒരു സംഗതികൾ, ഈ ട്രഡീഷണലി കുറച്ചധികം കാലമായിട്ട് ഈ എന്താ പറയാ ഒരു പെണ്ണ് കിട്ടാത്ത ആളുകൾക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇതില് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ സാധനം പറഞ്ഞ നന്നായിരുന്നു. ആ ഒരു പക്ഷെ എനിക്ക് ആ ഫ്ലാറ്റിന്റെ അകത്തുള്ള പരിപാടികൾ എനിക്ക് പക്ഷെ ആ സാധനം ഒരു ഏച്ചു കൂട്ടിയ പോലെ ആ ഒരു പോർഷൻ എനിക്ക് ഈ സിനിമയ്ക്കകത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവന്റെ ഒരു മെയിൽ ഷോണിസം ബാലൻസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ഫ്രണ്ട്സ് മേ ബി അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഒരു ജെൻസി മാത്രല്ല നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ഇത് ആരൊപ്പം ഈ സാധനം കൺഫ്യൂസ് ചെയ്യിക്കാനായിരിക്കാം മേ ബി അതും. എന്താണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്റർ കയറിക്കോ. ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം, ഏകദേശം ഇന്ന് രാത്രിയോട് കൂടിയിട്ട് തിയേറ്റർ ചിരിച്ചു പൂരപ്പുറമായി ഫുള്ളാവാനുള്ള എല്ലാ വകയും ഞാൻ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പടത്തിന് ടിക്കറ്റ് കിട്ടാൻ ഫെബ്രുവരി കൊണ്ടുപോയി പടം വളരെ പാടായിരിക്കും. അതെ വളരെ പാടായിരിക്കും. കാരണം ആ രീതിയിൽ ഈ സാധനം പബ്ലിക് എൻജോയ് എന്നുള്ളത് തിയേറ്ററിന്റെ വൈബ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതാണ് കഥ പറയുമ്പോൾ ചെയ്തൊരു പുള്ളിയാണ് ഇത് ചെയ്തത്. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ആ ഒരു വൈബ് അല്ലെങ്കിൽ നമുക്ക് ഒരു പഴയതോ അല്ലെങ്കിൽ സീരിയസ് ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് അതിന്റെ ഓരോ എഡിറ്റിലും ഉണ്ട്. അതായത് കുറെ വാട്സ്ആപ്പ് കോമഡി കുത്തി കയറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. സംഗതിയുടെ ഓരോ പ്ലേസ്മെന്റ്, ചില സാധനത്തിന് ഇപ്പൊ പാട്ടുകളൊന്നും വർക്കല്ല. പാട്ടുകളൊന്നും എനിക്ക് പേഴ്സണലി പാട്ട് വർക്കായിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഉപയോഗിച്ച കുറെ മൈന്യൂട്ട് എലമെന്റ്സ് ഉണ്ട്. ചില സൗണ്ടുകൾ, ചില ബീജിഎം, ഇതൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. പക്ക സാധനങ്ങൾ, ചില ഡയലോഗുകൾ ഇപ്പൊ സാധനങ്ങൾ അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഒരു ഡയറക്ടറിന്റെ മനസ്സിലാക്കി കൊണ്ടുവന്നു കാലത്തിനനുസരിച്ചാണ് മാറി എന്നുള്ളതിന്റെ ഒരു ഭയങ്കര ഒരു ഉദാഹരണമാണ്. എന്താണെങ്കിലും ഫോർ മീ വിനീത് ശ്രീനിവാസൻ പഞ്ചറാക്കി തിയേറ്റർ എന്തായാലും ചിരിച്ചു പൂരപ്പറമ്പാനുള്ള വക ഉണ്ട്. ആൻഡ് ഓൺലി ഫോർ ദി കുഞ്ഞിക്കണ്ണൻ
ഒന്നും കൂടി കാണാതെ 2 പ്രാവശ്യം കണ്ടാലും. ഇയാളെ പേരെന്തേത് ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ? ശ്രീനിവാസൻ ഒരു തറവാട്ട് പേര് പറയുന്നത് മാമ്പ്രത്ത് ജയേഷ്. യെസ്, മാമ്പ്രത്ത് ജയേഷിന്റെ അച്ഛന്റെ പേര് മാമ്പ്രത്ത്. അയ്യോ എന്തോ കുഞ്ഞിക്കള എന്താ ആളങ്ങനെ പേര്. ചിരിച്ചിട്ട് ഈ തന്ത കൊണ്ടുപോയിന്നേ പറയാനുള്ളൂ. എനിക്ക് തീരണില്ല തന്തേന്റെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് കഴിയണില്ല. അങ്ങനെ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കൗണ്ടർ സാധനങ്ങൾ. എന്നാലും കണ്ടോ, വർത്ത് വാച്ചിങ് ആണ്. വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ലൗഡ്നെസ് ഉണ്ടായിരുന്നു. ഇത്രയും കാലം അജു വർഗീസ് നമ്മളെ ഇത്ര ചിരിപ്പിച്ചിട്ടില്ല ഈ അടുത്ത്. ഈ അടുത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച മേ ബി ബേസിലായി. ബേസിൽ വിട്ടിട്ട് പിന്നെ ഒരാൾ നമ്മൾ ഇത്ര ചിരിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇയാള് മാജിക് ആണ് വിനീത് ശ്രീനിവാസൻ, ഒരു രക്ഷയില്ല. ആൻഡ് ദാറ്റ് തന്ത അതല്ല, ഈ ഇങ്ങനെ ഇന്നാത്താം കേസ് കൂടി കഴിഞ്ഞതിന് ശേഷം കുറെ സിനിമകൾ ഇങ്ങനെ ചെയ്തു. കുറച്ചധികം പടം ചെയ്തു. പക്ഷെ അതിന്റെ ആ ഇമ്പാക്ട് ഒന്നും ബാക്കി സിനിമകളിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച. പക്ഷെ ഈ പടത്തിൽ ഇങ്ങേര് കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്ട്, പരിപാടി ഭയങ്കരം, രക്ഷയില്ല. ആളാണ് നമ്മളിപ്പോ ആള് സത്യം സ്കോർ. പുലിവൽക്കല്യാണത്തിൽ സലീം കുമാറൊക്കെ പോലത്തെ സാധനമാണ് പുള്ളി. അത്രയും അടിച്ച് കേറ്റി. ഈ പടം OTT വരുമ്പോ ഇതിന്റെ ഏറ്റവും കൂടുതൽ മീം വരാൻ പോണത് ഇങ്ങനെ വെച്ചിട്ടാവും ഏറ്റവും കൂടുതൽ ഡയലോഗ്. അതെ, അത് 10 വർഷത്തേക്ക് പറ്റിയ സാധനങ്ങൾ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടി അടിച്ചിട്ടുണ്ട്. എന്തായാലും കേറി കണ്ടോ, അധികം ഞങ്ങൾ വലിച്ചു കിട്ടുന്നില്ല. ഗോ ആൻഡ് വാച്ച്, ബോത്ത് വാച്ചിങ് ആണ്.